ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി എ ട്യൂട്ടോറിയൽ. കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താണെന്നറിയോ, കേറ്റിട്ട് ആരും മറന്നു, സൈക്കോളജിയുടെ മോക്ക് ടെസ്റ്റുകൾ വരുന്നില്ല, ക്ലാസ്സുകൾ വരുന്നില്ല, എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട്. ശരിക്കും എൻ്റെ ഒരു തിരക്കുകൾ കാരണമാണ് ശരിക്കും ക്ലാസ്സുകൾ ഇടാത്തത്. അതുമാത്രമല്ല, HSCയുടെ ക്ലാസ്സുകൾ ഇടുന്നതിന് കാരണമെന്ന് വെച്ചാൽ HSCയുടെ ക്ലാസ്സുകൾ വളരെ കുറവാണ് നമ്മുടെ ക്ലാസ്സിൽ. അതുപോലെ അത് എത്രയും സിലബസ് നമുക്ക് തീർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് HSCയുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയി ഇടുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേറ്റിട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഒത്തിരി മോക്ക് ടെസ്റ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് തന്നെ മതിയാവും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയും ക്ലാസ് വന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്നാലും ഇനിയും മോക്ക് ടെസ്റ്റുകളായിട്ടും ചെറിയ കണ്ടൻറ്റുകളായിട്ടും ഒക്കെ ഞാൻ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും വീക്ക്ലി 1 ക്ലാസ് നിങ്ങൾക്ക് ഞാൻ മസ്റ്റായിട്ട് തരും കേട്ടോ. ഞാൻ ക്ലാസ് ഇടുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ പഠനങ്ങളൊന്നും മുടക്കരുത്. കാരണം നമ്മളുടെ KTETൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമിന് 20 ദിവസം മുന്നേ മാത്രമേ അവർ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പോൾ എപ്പോഴും വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഡേറ്റ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ പോർഷൻസ് കവർ ചെയ്ത് മാക്സിമം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതായത് ഇപ്പം നമുക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ഒരു ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നമുക്ക് എന്ത് വേണം, KTET മസ്റ്റായിട്ട് നമുക്ക് നേടിയെടുക്കണം. മാക്സിമം BEd പഠിക്കുന്ന സമയത്ത് നേടിയെടുത്താൽ നമുക്ക് അത്രയും യൂസ്ഫുള്ളാണ്. അല്ലെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് KTET കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ പാടാണ് KTET. കാരണം ആ ഒരു ടച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പാടാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ചാനൽ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് KTET നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. എൻ്റെ എഫേർട്ട് കാരണം നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷം തന്നെ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. KTETകാർക്കുള്ളതാണ്, സെറ്റുകാർക്കുള്ളതാണ്. അതുപോലെ തന്നെ BEd ഓൺലൈൻ എക്സാം എഴുതുന്നവർക്കൊക്കെ അവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൈക്കോളജിയിലെ ഒരു മോക്ക് ടെസ്റ്റ്. അപ്പം നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോകാമല്ലോ. ആദ്യത്തെ ചോദ്യം: Learning disabilities involved in fine motor skills are called dyspraxia, dyslexia, dyscalculia, dysgraphia. ഉത്തരം ഡിസ്പ്രാക്സിയാണ്. ലേണിംഗ് ഡിസബിലിറ്റീസ്, മോട്ടോർ സ്കിൽസുമായി ബന്ധപ്പെട്ട ലേണിംഗ് ഡിസബിലിറ്റീസ് ഡിസ്പ്രാക്സിയാണ്. രണ്ടാമത്തെ ചോദ്യം: The region between actual and potential development is known as zone of proximal development, zone of initial development, zone of potential development, zone of individual development. ആൻസർ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത് സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലേ എന്നുള്ളത്. അല്ല, ശരിക്കും നമ്മളുടെ KTETൻ്റെയൊക്കെ ആൻസർ കീയിലൊക്കെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ആൻസർ. ചോദ്യം 3: For verifying a generalization, normally which type of reasoning is used? Inductive reasoning, deductive reasoning, analogical reasoning, logical reasoning. ആൻസർ ഏതാണ്? ഇവിടെ ഡിഡക്റ്റീവ് റീസണിംഗ് ആണ്. അതായത് ജനറലൈസേഷനെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റീസണിങ് ഏതാണ് എന്നുള്ളതാണ്. അത് ഡിഡക്റ്റീവ് റീസണിംഗ് ആണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് DGP അല്ലേ? DGP അതായത് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ജനറൽ ടു പെർട്ടിക്കുലർ ആണ്. ജനറലൈസേഷന് ശേഷം അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുന്നത് ജനറലൈസേഷനെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് 4ാമത്തെ ചോദ്യം: Essay questions tend to be more difficult than multiple choice question because an essay type there are more cues to simulate memory. Recall is required than recognition. There is more proactive inhibition. There is more interference possible. ആൻസർ ഏതാണ് ഇവിടെ വരുന്നത്? ഇവിടെ ചോദ്യം എന്താണ്? എസ്സേ ക്വസ്റ്റ്യൻസ് ടെൻഡ് ടു ബി മോർ ഡിഫിക്കൾട്ട് ദാൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നാണ് അല്ലേ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനെ കാട്ടിയിട്ട്
ഡിഫിക്കൾട്ടാണ് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എന്താണ് റീകോൾ ഈസ് റിക്വയർഡ് ദാൻ റെക്കഗ്നീഷൻ. അതായത് റീകോളിനെ കാട്ടിയിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം റെക്കഗ്നീഷനാണ് essay ടൈപ്പ് വരുമ്പോൾ, അല്ലേ? essay ടൈപ്പ് വരുമ്പോൾ റെക്കഗ്നീഷനാണ് ആവശ്യം. സോ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആർ മോർ ഡിഫിക്കൾട്ട് ദാൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത 5ാമത്തെ ചോദ്യം. A child who always actively participate in sports and games is characterized by genuine interest in sports and games, desire for getting grace mark, tendency to avoid attending classes, need to make his body fit and strong. ആൻസർ ഏതാണ്? ആൻസർ ജെനുവിൻ ഇൻട്രസ്റ്റ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിമാണ്, ഇല്ലേ? നമ്മളെപ്പോലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവോയ്ഡിങ് അറ്റൻഡിങ് ക്ലാസ് ആയിരുന്നേനെ. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? എ ചൈൽഡ് ഹു ഓൾവേസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ജെനുവിൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ ജെനുവിൻ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് 6ാമത്തെ ചോദ്യം. രാജു had a bad habit of stealing and the behavior is reduced due to removal of a relevant stimulus. This is known as positive reinforcement, negative reinforcement, positive punishment, negative punishment. Answer negative punishment ആണ്. 7ാമത്തെ ചോദ്യം. If a teacher wishes to solve classroom problems, which of the following is the most appropriate strategy that can be used? Case study, action research, experimentation, survey. ആൻസർ ഇതാണ്. ആക്ഷൻ റിസർച്ച് ആണ്, ഇല്ലേ? നമ്മൾ ഒരുപാട് ചോദ്യങ്ങളിൽ കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. ആക്ഷൻ റിസർച്ചാണ് ഒരു ക്ലാസ്സിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിലെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആക്ഷൻ റിസർച്ച്. 8ാമത്തെ ചോദ്യം. സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് എമംഗ് ഇൻഡിവിജ്വൽ ഈസ് ഡ്യൂ ടു ട്രെയിനിങ്, എഫക്റ്റ് ഓഫ് സൊസൈറ്റി, experiences faced by an individual, cognitive development of the individual. ആൻസർ എക്സ്പീരിയൻസസ് ഫേസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ആണ്. അതായത് ഒരു കുട്ടിയുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആ കുട്ടി നേരിട്ടിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ ബേസിസിലായിരിക്കും ഓരോ കുട്ടിയുടെയും സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. 9ാമത്തെ ചോദ്യം. വേരിയേഷൻ ഓർ ഡീവിയേഷൻ among individuals in regard to a single characteristic or number of characteristic is known as disability, individual differences, gifted, slow learner. ആൻസർ ഇതാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. ഇവിടെ എന്താ പറയുന്നത്? ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിലുള്ള ഒരു വേരിയേഷനാണ്. എന്തിനെ ബേസ് ചെയ്തിട്ട്? ഒരു ക്യാരക്ടറിസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിലധികം ക്യാരക്ടറിസ്റ്റിക്സിൻ്റെയോ ബേസിസിൽ ഇൻഡിവിജ്വൽസിൻ്റെ എന്താണ് ക്യാരക്ടറിനകത്തുണ്ടാകുന്ന അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനകത്തുള്ള വേരിയേഷനെ പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നാണ്. 10ാമത്തെ ചോദ്യം. A student find it difficult to select one goal from whose equally positive goal is experiencing. Approach avoidance conflict, approach conflict, avoidance conflict, double avoidance conflict. ആൻസർ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടില്ല. ഞാൻ നെക്സ്റ്റ് ഒരു ക്ലാസ് ഇട്ടുതരാം കേട്ടോ. 11ാമത്തെ ചോദ്യം. ടെർമിനൽ ഇവാലുവേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് continuous and comprehensive evaluation, assessment of learning, assessment for learning, assessment as learning. ആൻസർ ഇതാണ് ഇവിടെ വരുന്നത്. ഇവിടെ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണ്. ഇവിടെ എന്തുകൊണ്ട് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് വരുന്നത്? നമുക്കൊരു ഡൗട്ട് വരുന്ന ഒരു കാര്യമാണിത്. കാരണം എന്ന് വെച്ചാൽ
നമ്മളിവിടെ 3 ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് പറയുന്നുണ്ട്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ഫോർ ലേണിംഗ്, ആസ് ലേണിംഗ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി പറയുന്നു. അതായത് എക്സാം റിലേറ്റഡ് ആയിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ എൻഡിൽ നടത്തുന്നതാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു സെക്ഷൻ്റെ എൻഡിൽ നടത്തുന്ന എക്സാമാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. അപ്പോൾ ടെർമിനൽ എക്സാം എന്ന് പറയുന്നത് ഒരു സമ്മേറ്റീവ് ഇവാലുവേഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. സമ്മേറ്റീവ് ഇവാലുവേഷനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്? സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് അപ്പോൾ ടെർമിനൽ ഇവാലുവേഷൻ സമ്മേറ്റീവിൽ വരുന്നതാണോ എന്ന് നമുക്കൊരു ഡൗട്ട് വരാം, ഇല്ലേ? അതായത് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ്. അതുപോലെ തന്നെ ടെർമിനൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം, ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സമ്മേറ്റീവായിട്ട് നടത്തുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ടെർമിനൽ എക്സാം എന്ന് പറയുന്നത് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ടെർമിനൽ ഇവാലുവേഷൻ എന്തിന് എക്സാമ്പിളായിട്ട് വരും? അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിന് എക്സാമ്പിളായിട്ട് വരും. ഇനി നമുക്ക് നോക്കാനുള്ളത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്താണ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്താണ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ ലേണിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ലേണിങ്ങിന് വേണ്ടി അസസ് ചെയ്യുന്നതാണ്. അതായത് ലേണിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അതായത് ഇപ്പോൾ നമ്മൾ എന്താണ്, ഇതൊരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ ടൂളായിട്ടാണ് അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിനെ കണക്കാക്കുന്നത്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ ടൂളായിട്ടാണ്. അതായത് നമുക്ക് എന്താണ് കുട്ടികളിൽ മാറ്റം വരുത്താൻ, അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു അസസ്മെൻറ്റാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. ഇനി അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ആണെങ്കിലോ, അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ കുട്ടി തന്നെ സ്വന്തമായിട്ട് കുട്ടിയുടെ ലേണിങ്ങിനെ വിലയിരുത്തുന്ന ഒരു അസസ്മെൻറ്റാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ പാടില്ല. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ സമ്മേറ്റീവാണ് ലാസ്റ്റത്തെ, അതായത് ഒരു സമ്മേറ്റീവാണ് ഒരു സെക്ഷൻ്റെയോ അതുപോലെ തന്നെ ഒരു കോഴ്സിൻ്റെയോ ഒക്കെ അവസാനം നടത്തുന്ന എക്സാമാണ്. അപ്പോൾ ടെർമിനൽ എക്സാം സമ്മേറ്റീവായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ടെർമിനൽ ഇവാലുവേഷനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നടത്തുന്ന എന്താണ്, നമ്മളുടെ ചെറിയ ചെറിയ ടെസ്റ്റ് പേപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അസസ്മെൻറ്റ് ഫോർ ലേണിംഗിൽ വരും. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ടൂളാണ് അസസ്മെൻറ്റ് ലേണിംഗ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഉപയോഗിക്കുന്നത് കുട്ടികളുടെ ലേണിംഗ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടീച്ചിങ് സ്ട്രാറ്റജീസ്, ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് സ്ട്രാറ്റജീസിനകത്ത് ചേഞ്ചസ് വരുത്തുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. ഡ്യൂറിങ് ദി കോഴ്സിലാണ് ഫീഡ്ബാക്കുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അതുപോലെ തന്നെ കുട്ടികളുടെ ആക്റ്റീവ് ലേണിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അതായത് കുട്ടികളുടെ ലേണിംഗ് ഇപ്പോൾ എത്രത്തോളമാണെന്ന് നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും മോറായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തുന്ന ഒരു അസസ്മെൻറ്റാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി തന്നെ തൻ്റെ ലേണിങ്ങിനെ കുറിച്ച് വിലയിരുത്തുന്ന അസസ്മെൻറ്റാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് 12ാമത്തെ ചോദ്യം. The right to education of persons with disabilities and 18 years of age is laid down under options RTE Act 2009, PWD Act 1995, UGC Act 1956, CU Act 2019. ആൻസർ ഇതാണ് ഇവിടെ വരുന്നത്. ആൻസർ ഇവിടെ വരുന്നത് PWD Act 1995 ആണ്, ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റ്സ് ഒക്കെ വരുന്ന ആക്റ്റാണ് PWD Act. അപ്പോൾ ഇതാണ് 1995. ഇനി അടുത്ത് 13ാമത്തെ ചോദ്യം. കണ്ടൻറ്റ്, ഒബ്ജക്റ്റീവ് and the types of questions of a test are related to reliability, objectivity, blueprint, consistency. ആൻസർ ഏതാണ്? ബ്ലൂ പ്രിൻ്റ് ആണല്ലേ. ബ്ലൂ പ്രിൻറ്റിനകത്ത് നമ്മൾ എഴുതുന്നതാണ് കണ്ടൻറ്റ്, ഒബ്ജക്റ്റീവ്സ്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നിവ. ഇനി അടുത്ത് 14ാമത്തെ ചോദ്യം. രാജു ഹൂ ലേൺഡ് വയലിൻ ഈസ് ഏബിൾ ടു പ്ലേ ഗിത്താർ ആൻഡ് ഫ്ലൂട്ട് ആസ് വെൽ ആസ്. This means Raju is a gifted person.
is a born musician, transferred his learning, generalized his learning. ആൻസർ ഏതാണ്? ട്രാൻസ്ഫേർഡ് ഹിസ് ലേണിംഗ് ആണ്. അതായത് രാജു വയലിൻ പഠിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് തന്നെ എന്തൊക്കെ പ്ലേ ചെയ്യും? ഗിത്താറും ഫ്ലൂട്ടും പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടത്? അതായത് വയലിൻ പഠിച്ചപ്പോൾ കിട്ടിയ നോളജ് അതെവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഗിത്താറിലേക്കും ഫ്ലൂട്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഹീസ് ട്രാൻസ്ഫേർഡ് ഹിസ് ലേണിംഗ്. ദെൻ 15th 15ാമത്തെ ചോദ്യം, ബീയിങ് എ ടീച്ചർ, ഹൗ ഡു യു ഇംപ്രൂവ് ദ അറ്റൻഷൻ ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്? ബൈ ഒബ്സർവേഷൻ, by self-monitoring, by introducing interesting ways of teaching, by monitoring by headmaster. ആൻസർ ഇതാണ്. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾക്ക് ഒരു കുട്ടികളുടെ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ വേയ്സ് ഓഫ് ടീച്ചിങ് കൊണ്ടുവരണം, ഇല്ലേ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ മെത്തേഡ് ഓഫ് ടീച്ചിങ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുതിയ രീതിക്കുള്ള ടീച്ചിങ്സ് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് വേയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം കുട്ടികളുടെ അറ്റൻഷൻ നമ്മൾ എന്ത് ചെയ്യാൻ? ക്യാച്ച് ചെയ്യാനായിട്ട്. 16ാമത്തെ ചോദ്യം, ലേണിംഗ് appropriate sex role is a developmental task in babyhood, childhood, adulthood, adolescence. ആൻസർ ഇതാണ്, അഡോളസെൻസ് ആണില്ലേ? അതായത് സെക്സ് റോളിൻ്റെ ലേണിംഗ് വരുന്നത് ഏത് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലാണ്? അഡോളസെൻസിലാണ്. 17ാമത്തെ ചോദ്യം, എ ഗുഡ് ടീച്ചർ ഹാസ് പാസ് ഓൾ ദ ഇൻഫർമേഷൻ ഫോർ ദി ചിൽഡ്രൻ, ability to make children memorize materials, to enable children to do well in test, to encourage children to search for knowledge. ആൻസർ ഇതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒരു നല്ല ടീച്ചർ എന്ന് പറയുന്നത് കുട്ടികളെ നോളജ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ടു എൻകറേജ് ചിൽഡ്രൻ ടു സെർച്ച് ഫോർ നോളജ്. 18ാമത്തെ ചോദ്യം, സ്കോളാസ്റ്റിക് ഏരിയാസ് ഓഫ് സക്സസ് പെർഫോമൻസ് ഇൻ സ്പോർട്സ്, ആർട്സ്, മ്യൂസിക്, ഡാൻസ്, ഡ്രാമ ആൻഡ് അതർ ആക്ടിവിറ്റീസ് and social qualities are assessed in unit and summative test, outdoor and state competitions, continuous and comprehensive assessment, aptitude and skill assessment. ആൻസർ ഇതാണ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അസസ്മെൻ്റ് ആണ്. 19ാമത്തെ ചോദ്യം, വിച്ച് among the following is a developmental task of adolescence? Becoming more self-sufficient, fall in love, making decisions about marriage, learning fine motor skills. ആൻസർ ഇതാണ്. ആൻസർ ലേണിംഗ് ഫൈൻ മോട്ടോർ സ്കിൽസ് ആണല്ലേ. മോട്ടോർ സ്കിൽസ് പഠിച്ചെടുക്കുക എന്നുള്ളത് അഡോളസെൻറ്റ് സ്റ്റേജിലെ ഡെവലപ്മെൻറ്റൽ ടാസ്ക് അല്ല. 20ാമത്തെ ചോദ്യം, Jija, who failed in the examination, justified that she failed because her teacher failed to remind her on time about the examination. Jija uses the mental mechanism of projection, regression, identification and humor. ആൻസർ പ്രൊജക്ഷൻ ആണ് ഇല്ലേ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തെറ്റ് മറ്റൊരാളിൽ ആരോപിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം പ്രൊജക്ഷനാണ്. 21ാമത്തെ ചോദ്യം, രാജൻ നോസ് ഹിസ് വൈഫ്സ് ഫോൺ നമ്പർ ബട്ട് ഹി cannot recall the number he searched and dialed from the telephone directory. These two explains short-term memory and long-term memory, long-term memory and short-term memory, procedural memory and flash memory, flash memory and procedural memory. ആൻസർ ഇതാണ്. ആൻസർ ലോങ് ടേം മെമ്മറി ആൻഡ് ഷോർട്ട് ടേം മെമ്മറി ആണ്. 22ാമത്തെ ചോദ്യം, വിച്ച് among the following is common among teachers and counselors? Facilitating, empathy, discipline, evaluation. ആൻസർ ഇതാണ്, എമ്പതിയാണ് അല്ലേ. അടുത്ത 23ാമത്തെ ചോദ്യം, പിക്ക്
the qualities of a creative person from the following: sensitivity and fluency, fluency and rigidity, rigidity and sensitivity, fluently and conformity. ആൻസർ ഇതാണ്. ആൻസർ സെൻസിറ്റിവിറ്റി ആൻഡ് ഫ്ലുവൻസി ആണ് ക്രിയേറ്റീവ് പേഴ്സൺസിൻ്റെ ക്വാളിറ്റീസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് 24ാമത്തെ ചോദ്യം: interacting with students and influencing them to achieve learning objective is dash role of teaching: management, leadership, persuasive, executive. ആൻസർ ഇതാണ്, ലീഡർഷിപ്പാണ്. അതായത് മറ്റു കുട്ടികളുമായി ഇൻ്ററാക്ട് ചെയ്യാനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാനും സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ടീച്ചറിൻ്റെ റോൾ അവിടെ ലീഡർഷിപ്പ് റോളാണ്. 25ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ്: which among the following is not appropriate for students with different abilities? They should be admitted in special schools for special care and support. They should be provided appropriate support and services in schools. They should be admitted in regular school with other students. They did not support of teachers with special training. They need the support of teachers with a special training. ആൻസർ ഇവിടെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇവിടെ ചോദ്യത്തെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താണ്, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അതേതാണ്? അത് ഓപ്ഷൻ എ ആണ്. ദേ ഷുഡ് ബി അഡ്മിറ്റഡ് ഇൻ സ്പെഷ്യൽ സ്കൂൾസ് ഫോർ സ്പെഷ്യൽ കെയർ ആൻഡ് സപ്പോർട്ട്. അത് അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അത് അപ്പോൾ 25 ചോദ്യങ്ങൾ അടങ്ങുന്ന മോക്ക് ടെസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കേറ്ററ്റുകാർക്കുള്ള ക്ലാസ്സുകൾ എന്തായാലും വീക്ക്ലി വൺസ് എന്തായാലും വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിഷമമൊന്നും വിചാരിക്കേണ്ട. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളുടെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. ഇപ്പോൾ അതായത് ഒരു 2 വീക്കിന് മുന്നെയൊക്കെ നിങ്ങൾ കണ്ട ക്ലാസ്സുകൾ ഒന്നുകൂടിയൊക്കെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആവത്തുള്ളൂ. അപ്പോൾ എക്സാം വരുമ്പോഴത്തേക്കും നിങ്ങൾ പക്ക കോൺഫിഡൻ്റ് ആയിട്ട് മാറും നമ്മുടെ ആ ഒരു എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഉടനെ കാണുന്നവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ജസ്ന. താങ്ക് യു ഓൾ.